ഫെബ്രുവരി 22-ാം തീയതി നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിന് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യണം, ആ ഏരിയ നമ്മൾ മനസ്സിലാക്കണം, നല്ലതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. സോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. സോ നോക്കിക്കേ, സെറ്റ് ജനറൽ പേപ്പറിൽ ഫിലോസഫി പാർട്ടിൽ നിന്നും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിലോസഫിയിൽ തന്നെ വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫി. ഞാൻ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസും കൂടിയാണ്, ആ ഒരു ഏരിയാസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫി അല്ലെ, വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫി അതിൽ ഏതൊക്കെയാണ് വരുന്നത്? നമ്മുടെ ഐഡിയലിസം, പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം, റിയലിസം, എക്സിസ്റ്റൻഷ്യാലിസം, അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇസംസ് വരുന്നുണ്ട് വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ. അതിൽ ഇതുപോലുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് എപ്പോഴും വരുന്ന ഒരു കാര്യമാണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഒന്നില്ലെങ്കിൽ ലിസ്റ്റ് 1 ഇവിടെ എഡ്യൂക്കേഷൻ ഫിലോസഫി തരും, ലിസ്റ്റ് 2 അതിന്റെ അസോസിയേറ്റഡ് ഫിലോസഫേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കരിക്കുലം ആയിരിക്കും. അതായത് ഐഡിയലിസ്റ്റിന് ഒരു കരിക്കുലം ഉണ്ട്, നാച്ചുറലിസ്റ്റിന് ഒരു കരിക്കുലം ഉണ്ട് അല്ലെ, കരിക്കുലം ആയിരിക്കും, അല്ലെങ്കിൽ മെത്തഡോളജി ആയിരിക്കും. അവിടെ യൂസ് ചെയ്യുന്ന മെത്തഡോളജി മീൻസ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആയിരിക്കും, അല്ലെങ്കിൽ റോൾ ഓഫ് എ ടീച്ചർ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ഐഡിയലിസം, പ്രാഗ്മാറ്റിസം, അങ്ങനെ ഓരോ ഇസംസ് പഠിക്കുമ്പോഴും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതുമായിട്ടുള്ള അസോസിയേറ്റഡ് ഫിലോസഫേഴ്സ്, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, റോൾ ഓഫ് എ ടീച്ചർ, കരിക്കുലം, അതിന്റെ എയിംസ് എന്താണ്, ഡിസിപ്ലിൻ എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതുപോലുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. സോ ഇത് വളരെ സിമ്പിൾ ആണ്. കാരണം എന്താ നോക്കിക്കേ, റിയലിസം, പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം, ഐഡിയലിസം നമുക്കറിയാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് അറിയുന്ന കാര്യം നമ്മൾ ആദ്യം മാച്ച് ചെയ്ത് നോക്കുക. ആൻഡ് ബാക്കിയുള്ളത് നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് കറക്റ്റ് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. സോ റിയലിസം, പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം, ഐഡിയലിസം, ഇതില് ഐഡിയലിസമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫിലോസഫർ ആണ് ആരെന്ന് പറയുന്നത്? പ്ലാറ്റോ എന്ന് പറയുന്നത് അല്ലെ. പ്ലാറ്റോ ഐഡിയലിസമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഇനി അത് നമുക്കറിയാം അല്ലെ, ഡി ഈസ് റിലേറ്റഡ് ടു 1 നമുക്കറിയാം. സോ ഡി ഈസ് റിലേറ്റഡ് ടു 1 എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഇവിടെ കിടപ്പുണ്ട് അല്ലെ. അതായത് ഓപ്ഷൻ 1ഉം 2ഉം ഡി ഈസ് റിലേറ്റഡ് ടു 1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 3ഉം 4ഉം നമുക്ക് ഇവിടെ എലിമിനേറ്റ് ചെയ്യാം. 3ഉം 4ഉം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി അടുത്ത നോക്കാം, എ നോക്കിയാൽ മതി. അപ്പൊ എ നോക്കുന്ന സമയത്ത് ബാക്കി എല്ലാം അതിൽ ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം, എ ജസ്റ്റ് നോക്കാം. അതായത് റിയലിസം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റിയലിസം ഇവിടെ 3 ആയിട്ടാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത്, 2 ആയിട്ടാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ മതി. കാരണം നമുക്ക് ഈ 2 ഓപ്ഷൻസ് ആണ് നോക്കേണ്ടതുള്ളൂ അല്ലെ. ബാക്കി 2 നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 നോക്കിയാൽ മതി. അപ്പൊ ആദ്യത്തെ 2 നോക്കുമ്പോൾ 3 ആയിട്ടാണോ 2 ആയിട്ടാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. റിയലിസം രവീന്ദ്രനാഥ ടാഗോറോ ആയിട്ടാണോ അരിസ്റ്റോട്ടിൽ ആയിട്ടാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? റിയലിസം അരിസ്റ്റോട്ടിലാണോ അല്ലെങ്കിൽ രവീന്ദ്രനാഥ ടാഗോർ ആണോ? നമുക്കറിയാം ആരുമായിട്ടാണ് റിയലിസം എന്ന് പറയുന്നത്, അരിസ്റ്റോട്ടിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം ടാഗോർ എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറലിസവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് അല്ലെ. ടാഗോർ എന്ന് പറയുന്നത് നാച്ചുറലിസം ആണ്. സോ സി ഈസ് റിലേറ്റഡ് ടു 2 ആണ്. സോ എ ഈസ് റിലേറ്റഡ് ടു 3 ആൻഡ് സി ഈസ് റിലേറ്റഡ് ടു 2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആ ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ പറയാം. റിയലിസം അരിസ്റ്റോട്ടിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രാഗ്മാറ്റിസം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രാഗ്മാറ്റിസം ജോൺ ഡൂയിയുമായിട്ട്. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാരണം പ്രാഗ്മാറ്റിസം ലേണിംഗ് ബൈ ഡൂയിങ്, അതാരാണ്? പ്രാഗ്മാറ്റിസം എന്ന് പറയുമ്പോൾ തന്നെ ജോൺ ഡൂയിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി നാച്ചുറലിസം നമ്മുടെ ടാഗോറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻഡ് ഐഡിയലിസം എന്ന് പറയുന്നത് പ്ലാറ്റോ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ലിസ്റ്റ് 1, ലിസ്റ്റ് 2 അഗെയിൻ നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കരിക്കുലം ബേസ്ഡ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ലിസ്റ്റ് 1 ഐഡിയലിസം, അതുപോലെ എക്സിസ്റ്റൻഷ്യാലിസം, റിയലിസം, പ്രാഗ്മാറ്റിസം, ഈ ഇസത്തിന്റെ കരിക്കുലം തന്നിട്ടുണ്ട്. ആൻഡ് കരിക്കുലം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ലിസ്റ്റ് 2 ഏതാണ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കരിക്കുലം എന്നാണ് നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ മാച്ച് ചെയ്യേണ്ടത്.
അപ്പൊ ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒന്നോ രണ്ടോ കാര്യം അറിഞ്ഞാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ അറിയുന്ന കാര്യം നമ്മൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ കണ്ട് അത് സ്കിപ്പ് ചെയ്യില്ല, കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്യില്ല. പക്ഷെ നേരെ പോയി കറക്കി കുത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നോക്കിക്കേ, ഷുഡ് ബി സോ പ്ലാൻഡ് that it induces the teacher and students to think critically as teaching is more exploratory than explanatory. അത് കാണുമ്പോൾ തന്നെ ഇത് എന്താ സംഭവം നമുക്ക് അറിയുന്നില്ല, അതവിടെ വെക്കാം. Is based on body and mind along with the virtues and it is reading, gymnastic, music, painting. ഈ കാര്യങ്ങളൊക്കെയാണ് കരിക്കുലത്തിൽ വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതറിയും എന്താണ് ഐഡിയലിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം ഐഡിയലിസ്റ്റിലാണ് ഈ മ്യൂസിക്, പെയിന്റിംഗ്, റീഡിംഗ്, ജിംനാസ്റ്റിക്, അതുപോലെ തന്നെ നോക്കിക്കേ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതിലാ പറയുന്നത്? അത് നമ്മുടെ ഐഡിയലിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ എ ഈസ് റിലേറ്റഡ് ടു 2 എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? എ ഈസ് റിലേറ്റഡ് ടു 2 എന്ന് മനസ്സിലായി. സോ എ ഈസ് റിലേറ്റഡ് ടു 2 എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനേ അവിടെ ഉള്ളൂ. കണ്ടോ? അതായത് എ ഈസ് റിലേറ്റഡ് ടു 2 എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ, അത് ഓപ്ഷൻ 4 ആണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല, നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയുന്നുണ്ടോ അതൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം ഇവിടെ മതി അല്ലേ? അത്രേ ഉള്ളൂ. സോ എ ഈസ് റിലേറ്റഡ് ടു 2 ആണെന്ന് പറഞ്ഞു. ഇനി ബി 4 ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ A 2 ആണെന്ന് പറഞ്ഞു. ഇനി B 4, അതായത് എക്സിസ്റ്റൻഷ്യാലിസ്റ്റിക് കരിക്കുലം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഒരു ഇൻഡിവിജ്വലിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ? ഒരു ഇൻഡിവിജ്വലിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് എക്സിസ്റ്റൻസ് പ്രസീഡ്സ് എസെൻസ് എന്നാണ് പറയുന്നത് അല്ലെ? എക്സിസ്റ്റൻസ് പ്രസീഡ്സ് എസെൻസ്. ആദ്യം ഇൻഡിവിജ്വൽസിന്റെ നിലനിൽപ്പിനാണ്, എക്സിസ്റ്റൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അവിടുത്തെ റോൾ ഓഫ് എ ടീച്ചറും മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും കരിക്കുലവും എല്ലാം എന്തായിരിക്കും? ഒരു ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിരിക്കും. അതായത് ഓരോ കുട്ടികളും ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കണം, ഡിഫറെന്റ് മെത്തേഡ്സ് അവിടെ യൂസ് ചെയ്യണം എന്ന കാര്യമൊക്കെയാണ് പറയുന്നത്. സോ ബി ഈസ് റിലേറ്റഡ് ടു 4 ആണ്. നോക്കിക്കേ, ബേസ്ഡ് ഓൺ ബ്രോഡ് ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ് ഫോക്കസ് ഓൺ അബ്സ്ട്രാക്ട് സബ്ജക്ട് ഫോളോഡ് ബൈ മോറൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബി ഈസ് റിലേറ്റഡ് ടു 4 ആണെന്ന് മനസ്സിലായി. ഇനി അടുത്ത നോക്കിക്കേ, സി ഈസ് റിലേറ്റഡ് ടു 1 ആണ് അല്ലെ? സി ഈസ് റിലേറ്റഡ് ടു 1, അതായത് റിയലിസ്റ്റിക് കരിക്കുലം എന്ന് പറയുന്നത് ഷുഡ് ബി സോ പ്ലാൻ ദാറ്റ് ഇൻഡ്യൂസസ് ദ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് ടു തിങ്ക് ക്രിറ്റിക്കലി അല്ലെ? ടു തിങ്ക് ക്രിറ്റിക്കലി ആസ് ടീച്ചിങ് ഈസ് മോർ എക്സ്പ്ലോറേറ്ററി ദാൻ എക്സ്പ്ലനേറ്ററി. ഓക്കെ, ഇനി പ്രാഗ്മാറ്റിസ്റ്റിക് കരിക്കുലം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇത് ആദ്യം നോക്കിയാലും നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അതായത് ഡി ഈസ് റിലേറ്റഡ് ടു 3 ആണ്. സോ ഡി ഈസ് റിലേറ്റഡ് 3 എന്ന് പറയുന്നത് ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഐഡിയലിസം അറിയില്ല, അഥവാ പ്രാഗ്മാറ്റിസം ആണ് നിങ്ങൾക്ക് അറിയുന്നത്. അതായത് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസസ് എ പാർട്ട്ണർ ഈസ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. അതായത് എന്താണ് അവിടെ പറയുന്നത്? ബേസ്ഡ് ഓൺ ദി എക്സ്പീരിയൻസസ് എന്നാ പറയുന്നത് അല്ലെ? അപ്പൊ അവിടെ എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ലേണിംഗ് ബൈ ഡൂയിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? നമ്മുടെ പ്രാഗ്മാറ്റിസവുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ആൻസർ കിട്ടിയല്ലോ. ആൻസർ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് സെലക്ട് ചെയ്ത് എടുത്തത്. ഇത് നമ്മുടെ ഫിലോസഫി പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കേ, മഹാത്മാഗാന്ധി, ടാഗോർ, അരബിന്ദോ, വിവേകാനന്ദ. ഇവിടെ 4 കാര്യങ്ങളാണ് ലിസ്റ്റ് 1 തന്നിരിക്കുന്നത്. ആൻഡ് ലിസ്റ്റ് 2 അവിടെ എന്താ 5 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒരു ടാസ്ക് ആണ് അല്ലെ? പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. നമുക്ക് 1 or 2 കാര്യം അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യമാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. സോ മഹാത്മാഗാന്ധി ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ അല്ല, ഇൻഫിനിറ്റ് പവർ ഫ്രം വിത്തിൻ അല്ല, നേച്ചർ ആസ് ടീച്ചർ, പാരവിദ്യ ആൻഡ് അപാരവിദ്യ, പിന്നെ നൈതാലിം വാർദ കോൺഫറൻസിൽ വെച്ചിട്ട് അല്ലെ? വാർദ സ്കീം, നൈതാലിം എന്നൊക്കെ പറയുന്നത് ആരുമായിട്ട് റിലേറ്റഡ് ആണ്? മഹാത്മാഗാന്ധിയുമായിട്ട് റിലേറ്റഡ് ആണ്. സോ പി ഈസ് റിലേറ്റഡ് ടു 5 ആണ്. എന്താണ്? പി ഈസ് റിലേറ്റഡ് ടു 5 ആണ്. മഹാത്മാഗാന്ധിയാണ് നൈതാലിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഇത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇനിയുള്ള ദിവസം നമ്മൾ എങ്ങനെ പഠിക്കണം, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിലോട്ട് ഞാൻ പോകുന്നില്ല, കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളോട്ട് എത്തിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്, ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. സോ മഹാത്മാഗാന്ധി നൈതാലിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ തന്നെ നോക്കി, പി ഈസ് റിലേറ്റഡ് ടു 5 എന്ന് പറയുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് ഇവിടെ?
പി ഈസ് റിലേറ്റഡ് ടു 5 എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് അല്ലെ, ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം ചെക്ക് ചെയ്താൽ മാത്രം മതി. അതായത് ക്യൂ 3 റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ടാഗോർ നമ്മൾ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത് നാച്ചുറലിസം ഫിലോസഫി ആയിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേച്ചർ ആസ് എ ടീച്ചർ അല്ലെ, നേച്ചർ ആസ് എ ടീച്ചർ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോ ക്യൂ ഈസ് റിലേറ്റഡ് ടു 3 എന്ന് കിട്ടിയല്ലോ. ഇനി അരബിന്ദോ ആണെങ്കിൽ എന്താണ്, ആർ ഈസ് റിലേറ്റഡ് ടു 1 ആണ്. അതായത് ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ ആണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ വിവേകാനന്ദ മാത്രമേ ഉള്ളൂ. വിവേകാനന്ദ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ് പവർ ഫ്രം വിത്തിൻ അല്ലെ, ഇൻഫിനിറ്റ് പവർ ഫ്രം വിത്തിൻ. നമ്മുടെ സ്വാമി വിവേകാനന്ദയും ഐഡലിസവും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട വ്യക്തി തന്നെയാണ്. സോ സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് പവർ ഫ്രം വിത്തിൻ ആണ്. മനസ്സിലായല്ലോ. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഇവിടെ നമുക്ക് 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഓപ്ഷൻ, ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് എടുത്താൽ മാത്രം മതി, സെലക്ട് ചെയ്താൽ മാത്രം മതി. വിച്ച് സ്പെസിഫിക് മോഡിഫിക്കേഷൻ ലേറ്റർ ഇൻട്രൊഡ്യൂസ് ബൈ ദ പ്രോഗ്രാം ഓഫ് ആക്ഷൻ POA. ഇത് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കാൻ കാരണം നമ്മുടെ മൊഡ്യൂൾ 4 ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന മൊഡ്യൂൾ 4 ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമുക്കറിയാം എല്ലാത്തിനും ഏകദേശമൊക്കെ ഈക്വൽ വെയിറ്റേജ് ആണെങ്കിൽ പോലും എല്ലാത്തിനും ഇപ്പൊ 6 മൊഡ്യൂളാണല്ലോ. അപ്പൊ കറക്റ്റ് എല്ലാത്തിനും 20 മാർക്കിനല്ല ചോദിക്കുന്നത്. ചില സമയത്ത് ഓരോ മൊഡ്യൂളിനും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും കൂടുതൽ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ഒരു മൊഡ്യൂളാണ് നമ്മുടെ മൊഡ്യൂൾ 4 ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട്. അതായത് നമ്മുടെ NEP ചോദിക്കാറുണ്ട്, പ്രോഗ്രാം ഓഫ് ആക്ഷൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ നോക്കിക്കേ, പ്രോഗ്രാം ഓഫ് ആക്ഷൻ, അതുപോലെ നാഷണൽ പോളിസി ഇൻ എഡ്യൂക്കേഷൻ 1968, 86, 1992 ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സോ അതൊന്ന് സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. സോ വിച്ച് സ്പെസിഫിക് മോഡിഫിക്കേഷൻ ലേറ്റർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 വാസ് ഡിസൈൻഡ് ടു അച്ചീവ് ദ ഗോൾ ഓഫ് പ്രൊവൈഡിംഗ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ബൈ ദ ഇയർ 2000. ഏതാണ് ആൻസർ? ലോഞ്ച് ഓഫ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആണോ? അല്ല, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അല്ല. ഇനി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡയറ്റ് ആണോ? ഇനി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ നാഷണൽ മിഷൻ ടു വർക്ക് ടുവേർഡ്സ് ദ ഗോൾ ഓഫ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ബൈ ദ ഇയർ 2000. ദെൻ പ്രൊവൈഡിംഗ് എ സെക്കൻഡറി സ്കൂൾ വിത്തിൻ എ റീസണബിൾ ഡിസ്റ്റൻസ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓപ്ഷൻ സി ആണെന്നുള്ളത്. കാരണം എന്താ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇതാണ് റിലേറ്റഡ് ആൻസർ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഇൻ 1968 വാസ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് വിച്ച് കമ്മീഷൻ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് അറിഞ്ഞാൽ മതി. അതായത് 1968 പോളിസിയാണ്. പോളിസി എന്ന് പറയുമ്പോൾ 1968 86 1992 ഉണ്ട് അല്ലെ. പിന്നെ ഇപ്പൊ റീസെന്റ് അതുപോലെ NEP 2020 വന്നിട്ടുണ്ട്. സോ ഈ NPA 1968 ഏതിന്റെ റെക്കമെൻഡേഷൻ വഴിയാണ്, ഏത് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ വഴിയാണ് വന്നേന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. കോത്താരി കമ്മീഷൻ എപ്പോഴാ? 1964 to 66 ആണ് കോത്താരി കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. അത് 1948 to 49 ആണ് അല്ലെ. 1948 to 49 നമ്മുടെ ഇൻഡിപെൻഡൻസ്, അതായത് ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം ആദ്യം വന്ന കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. മുതല്യാർ കമ്മീഷൻ എന്ന് പറയുന്നത് 1952 to 53 ആണ് അല്ലെ. 1952 to 53 അത് തന്നെയാണ് നമ്മുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാനാണ്. അത് തന്നെയാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഡോക്ടർ മുതല്യാറിന്റെ അല്ലെ, ലക്ഷ്മണസ്വാമി മുതല്യാർ. സോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 68 എന്ന് പറയുന്നത് ഏതുമായിട്ടാണ് ഏറ്റവും അടുത്ത് നോക്കിയാൽ പോരെ. നമ്മുടെ കോത്താരി കമ്മീഷൻ 1964 to 66 ആണ്. അപ്പൊ അതിന്റെ റെക്കമെൻഡേഷൻ വഴിയായിരിക്കില്ലേ തൊട്ട് 2 വർഷം കഴിഞ്ഞത് നമ്മുടെ ഈ ഒരു പോളിസി വന്നത് അല്ലെ. അങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ വഴിയാണ് നമ്മുടെ ഫസ്റ്റ് പോളിസി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയിട്ടുള്ള 1968 വന്നത് എന്ന കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതും ഒരു തവണ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ കീ എയിം ഓഫ് DPEP ലോഞ്ച് ഇൻ ദ മിഡ് 1990s? എന്താണ് DPEP എന്ന് പറയുന്നത്? ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം അല്ലെ. ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. വാട്ട് വാസ് ദ കീ എയിം ഓഫ് DPEP ലോഞ്ച് ഇൻ മിഡ് 1990s എന്നാണ് പറഞ്ഞത് അല്ലെ. സോ യൂണിവേഴ്സൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണോ,
പ്രൈമറി എഡ്യൂക്കേഷൻ ഇംപ്രൂവ്മെന്റ് ത്രൂ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആണോ, ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി എൻഹാൻസ്മെന്റ് ആണോ, വൊക്കേഷണൽ ട്രെയിനിങ് ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കാരണം DPEP മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എലമെന്ററി എഡ്യൂക്കേഷൻ, എലമെന്ററി സ്കൂൾ സിസ്റ്റം അല്ലെ, പ്രൈമറി എഡ്യൂക്കേഷൻ, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ പ്രൈമറി എഡ്യൂക്കേഷൻ ഇംപ്രൂവ്മെന്റ് ത്രൂ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ കോത്താരി കമ്മീഷൻ റെക്കമെൻഡഡ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻ എന്ന ഭാഗത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ കമ്മിറ്റീസ്, കമ്മീഷൻസ്, പോളിസീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. സോ നോക്കിക്കേ, ദ കോത്താരി കമ്മീഷൻ റെക്കമെൻഡഡ് എന്തൊക്കെയാണ്? പാർട്ട് ടൈം ആൻഡ് കറസ്പോണ്ടന്റ് കോഴ്സസ് ഷുഡ് ബി ഡിസ്കറേജ്ഡ് അറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേജ്. അപ്പൊ ആദ്യം നമുക്ക് 5 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യം ക്വസ്റ്റ്യൻ എല്ലാം വായിച്ച ഓപ്ഷൻ നോക്കാനായിട്ട് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അത്രയും അറിയുന്നവരാണെങ്കിൽ ഓക്കെയാണ്. അപ്പൊ കോത്താരി കമ്മീഷൻ നിങ്ങൾക്ക് എന്തായാലും അറിയാം, അതിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം, റെക്കമെൻഡേഷൻസ് ഒക്കെ അറിയുമെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ടിക്ക് ചെയ്ത് പോയി നമ്മുടെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അങ്ങനെ അല്ലാത്തവര് നല്ല മെജോറിറ്റി സ്റ്റുഡൻസും ഈ ഒരു രീതിയിൽ ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആദ്യം നമ്മൾ വായിച്ചു, ക്വസ്റ്റ്യൻ നോക്കി, അതായത് 5 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഉള്ളത്. ഓപ്ഷൻസിൽ 3 സ്റ്റേറ്റ്മെന്റ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ഈ 5 നിന്നും 2 നമുക്ക് എലിമിനേറ്റ് ചെയ്യണം, 3 സെലക്ട് ചെയ്യണം അല്ലെ. 2 എലിമിനേറ്റ് ചെയ്യണം, 3 സെലക്ട് ചെയ്യണം. അപ്പൊ ആദ്യം നോക്കുക, പാർട്ട് ടൈം ആൻഡ് കറസ്പോണ്ടൻസ് കോഴ്സസ് ഷുഡ് ബി ഡിസ്കറേജ്ഡ് അറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേജ്. ഒരിക്കലും ഒരു കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റീസ്, നമ്മുടെ ഇപ്പൊ നിലവിലുള്ള കമ്മിറ്റീസും അല്ലെങ്കിൽ വന്ന കമ്മിറ്റീസും കമ്മീഷൻസ് ഒന്നും എന്ത് പറയില്ല, പാർട്ട് ടൈം കറസ്പോണ്ടൻസ് കോഴ്സസ് ഡിസ്കറേജ് ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല അല്ലെ. അതൊരു നെഗറ്റീവ് അല്ലേ? കാരണം നല്ല കാര്യമാണ് ഈ ഒരു കറസ്പോണ്ടന്റ് കോഴ്സസും പാർട്ട് ടൈം കോഴ്സസ് ഒക്കെ. അപ്പൊ അത് ഡിസ്കറേജ് ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലായി അല്ലെ. തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നേരെ ഓപ്ഷൻ നോക്കുക. ഇല്ലാത്ത അല്ലെങ്കിൽ ഉള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ 1ഉം അതുപോലെ ഓപ്ഷൻ 4ഉം. അപ്പൊ തന്നെ എന്ത് ചെയ്യുക, 2ഉം എലിമിനേറ്റ് ചെയ്യുക. ഇനി ബാക്കി 2 ഓപ്ഷൻസ് നോക്കുക. ബാക്കി 2 ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇവിടെ സിയും ഉണ്ട്, ഡിയും ഉണ്ട്. ഇവിടെ അതുപോലെ സിയും ഉണ്ട്, ഡിയും ഉണ്ട്. അപ്പൊ നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലായി സിയും ഡിയും അവിടെ ഉണ്ടെന്ന്. ഇതിപ്പോ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലായി സിയും ഡിയും ഉണ്ട് എന്നുള്ള കാര്യം അല്ലേ. സിയും ഡിയും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. സിയും ഉണ്ട്, ഡിയും ഉണ്ട്. ഇല്ല, സിയും ഉണ്ട്, ഡിയും ഉണ്ട്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്കൂൾ കോംപ്ലക്സസ്, അതുപോലെ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഷുഡ് ബി ലാർജ്ലി വൊക്കേഷണലൈസ്ഡ് അല്ലെ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്കൂൾ കോംപ്ലക്സസ്, സെക്കൻഡറി എഡ്യൂക്കേഷൻ ഷുഡ് ബി ലാർജ്ലി വൊക്കേഷണലൈസ്ഡ്. ഈ 2 കാര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നോക്കുക, ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ സിയും ഡിയും ഉണ്ടെന്ന് പറഞ്ഞു. ബി ആണോ വരേണ്ടത്, ആണോ വരേണ്ടതെന്ന് മാത്രം നോക്കിയാൽ പോരെ അല്ലെ. ബി ആണോ വരേണ്ടത്, ആണോ വരേണ്ടത് എന്ന കാര്യം മാത്രം നോക്കിയാൽ മതി. അതായത് ബി എന്താ, സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഷുഡ് ബി റിസീവ് ഹൈ പ്രയോറിറ്റി. അത് അവിടെ ഇരിക്കട്ടെ, അത് വരുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല, അവിടെ ഇരിക്കട്ടെ. നോക്കിക്കേ, ഇൻ നോൺ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്സ് യൂസ് ഓഫ് ഹിന്ദി ഷുഡ് ബി ഡിസ്കറേജ്ഡ്. അവിടെയും ഡിസ്കറേജ് ചെയ്യുന്നതാണ്. അത് വരുമോ? അതും ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വരില്ല. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്? ബി, സി, ഡി അല്ലെ. ബി വരും, സി വരും, ഡി വരും. അതായത് ബി, സി, ഡി എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ് നമ്മുടെ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുക, ഇതേപോലെ തന്നെ നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതേപോലെ തന്നെ ആൻസർ ചെയ്ത് നോക്കുക. മെൻഷൻ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ഫോളോയിങ് എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. മെൻഷൻ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദി ഫോളോയിങ് എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇവിടെയും നമ്മൾ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 5 കമ്മീഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആ 5 കമ്മീഷൻസിന് ആദ്യം വന്നതിനനുസരിച്ച്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വന്ന കമ്മീഷൻസ്, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്യുക അല്ലെ. അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം എടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. സ്വാതന്ത്ര്യം കിട്ടിയത് 1947 തൊട്ടടുത്ത വർഷം തന്നെ വന്ന ആദ്യത്തെ കമ്മീഷനാണ് നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ അഥവാ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പൊ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലേ ആദ്യം വരുന്നത്? അതെല്ലാവർക്കും അറിയും അല്ലെ, അതെല്ലാവർക്കും അറിയും. അവിടെ ഇരുന്നോട്ടെ. അപ്പൊ അവിടെ കിട്ടി, നമുക്ക് ഡി ആണ് ഫസ്റ്റ് വരികയെന്ന് കിട്ടി.
ഇനി നമ്മൾ ചാടിക്കയറി ഓരോന്ന് നമ്മൾ ഇങ്ങനെ നോക്കി ഇത് 2 ആണോ ഇത് 3 ആണോ ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്ഷനിലോട്ട് പോവാം. സോ ആദ്യം ഡി വരുന്ന ഒറ്റ ഓപ്ഷൻ എവിടെ ഉള്ളൂ? സിമ്പിൾ. ആദ്യം ഡി വരുന്ന ഒറ്റ ഓപ്ഷനല്ലേ ഇവിടെ ഉള്ളൂ അല്ലെ? ആദ്യം ഡി വരുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലെ? നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. സോ ഏതാണ് നോക്കിക്കേ, ഏതാണ്? ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതെന്ന് മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് ചെക്ക് ചെയ്താൽ മതി. അതായത് ഡി ആദ്യം വരുന്നു എന്ന് പറഞ്ഞു, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആദ്യം വരുന്നു, അതിനുശേഷം എ ആണ് വരുന്നത്, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ് വരുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും ഇയർ ഞാൻ പറഞ്ഞുതരാം. 2 ആണ് വരുന്നത്. അതിനുശേഷം ഇ, അതായത് കോത്താരി കമ്മീഷൻ. നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നതാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ അല്ലെ? അപ്പൊ അത് 3 എണ്ണം ഒരുമിച്ചാണ്. അതായത് അത് ആദ്യം വന്നു, പിന്നെ വന്നു, അങ്ങനെ അറേഞ്ച് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു ഡൗട്ട് വരിക, നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ് ആണോ ആചാര്യ രാമമൂർത്തി കമ്മിറ്റി ആണെന്നാണ്. എഗൈൻ ഓപ്ഷൻ നോക്കുന്നു, ബി സി അല്ലെ? ആദ്യം ബി ആണ് വരുന്നത്, നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ് 4ാമത്തെ വരുന്നു. ആൻഡ് ഫൈനലി 5ാമത്തെ വരുന്നത് ആചാര്യ രാമമൂർത്തി കമ്മിറ്റിയാണ്. അപ്പൊ ഇങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? ഇനി ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഇയറും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. ആദ്യം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948 to 49 ആണ്. 1948 to 49 ആണ്. ഇനി അടുത്തത് നമ്മുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് 1952 to 53 ആണ്. ദെൻ കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത് 1964 to 66 ആണ്. ദെൻ നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ് പ്രൊഫസർ DP ചട്ടോപാധ്യായന്റെ ആണ് നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ്. അത് 1983 വന്നത്. 1983 നമ്മുടെ ഫിലിമൊക്കെ ഉണ്ട് അല്ലെ? 1983. അപ്പൊ അതിലാണ് വന്നത്. ദെൻ 1990 ആചാര്യ രാമമൂർത്തി കമ്മിറ്റി 1990 ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്ന് നോക്കി വെക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെയും നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് അറിയുന്ന കാര്യം നോക്കിക്കേ, ഇവിടെ ലിസ്റ്റ് 1, ഇത് ലിസ്റ്റ് 2 ആണ് കേട്ടോ. ലിസ്റ്റ് 2 അനോവ, പ്ലേജറിസം, ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ഡിപ്പെൻഡന്റ് വേരിയബിൾ. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. നോക്കിക്കേ എങ്ങനെയാന്ന്. അനോവ എന്താ? അനോവ എന്ന് വെച്ചാൽ അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ്. അതായത് 2ഓ അതിൽ കൂടുതലോ മീൻസിനെ മീനിനെ എന്ത് ചെയ്യുകയാണ്, കമ്പയർ ചെയ്യാനായിട്ടാണ് അനോവ യൂസ് ചെയ്യുന്നത്. അതായത് റിസർച്ചിൽ ഇപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിൾ ഒക്കെ ഉണ്ടാവും. അതിൽ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഫീമെയിലും മെയിലും തമ്മിൽ കമ്പയർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സ്കൂളുകൾ തമ്മിൽ, ഇപ്പൊ എയ്ഡഡ് സ്കൂള്, പ്രൈവറ്റ് സ്കൂള്, അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിൽ ആ സ്കൂള്, അല്ലെങ്കിൽ അതായത് പ്രൈവറ്റ് സ്കൂള്. അപ്പൊ അങ്ങനെയുള്ള സ്കൂളുകളുടെ കുട്ടികളുടെ മീൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ കമ്പയർ ചെയ്യേണ്ടി വരും. അപ്പൊ 2ഓ അതിൽ കൂടുതലോ മീൻ കമ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നതാണ് അനോവ എന്ന് പറയുന്നത്, അഥവാ അനാലിസിസ് ഓഫ് വേരിയൻസ്. സോ എ ഈസ് റിലേറ്റഡ് ടു 3 ആണെന്ന് നമുക്കറിയാം അല്ലെ? എ ഈസ് റിലേറ്റഡ് ടു 3 ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് വരുന്ന 2 ഓപ്ഷൻസ് ആണുള്ളത്. അതായത് ബിയും ഡിയും ആണ് എ ഈസ് റിലേറ്റഡ് ടു 3 എന്ന് വരുന്നത്. അപ്പൊ നമുക്ക് ബിയോ ഡിയോ ഇതിൽ ഏതാന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതവിടെ വെച്ചു. ഇനി അത് മാത്രം നമുക്ക് നോക്കിയാൽ മതി അല്ലെ? അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. സി ഈസ് റിലേറ്റഡ് ടു 4 എന്ന് പറയുന്ന 2 കാര്യം. അപ്പൊ നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്ക് മാച്ച് ചെയ്യാം. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ഗ്രൗണ്ടഡ് തിയറി. അതായത് ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുമ്പോൾ നാച്ചുറൽ സെറ്റിംഗ്സിൽ നടത്തുന്ന ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് ഗ്രൗണ്ടഡ് തിയറി. അപ്പൊ അതും കിട്ടിക്കഴിഞ്ഞു. ഇനി അറിയേണ്ടത് പ്ലേജറിസം ആണോ ഈ ഉർക്കൊണ്ട് എന്ന് പറയുന്നത്, ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണോ ഉർക്കൊണ്ട്? എന്തായാലും ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഉർക്കൊണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം അതെന്ന് പറയുന്നത് നമ്മുടെ പ്ലേജറിസം ചെക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഉർക്കൊണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ബി ഈസ് റിലേറ്റഡ് ടു 1 ആണ് ആൻഡ് സി ഈസ് റിലേറ്റഡ് ടു സി അല്ല, ഡി ഈസ് റിലേറ്റഡ് ടു 2 ആണ്. എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ്. കാരണം എക്സ്പെരിമെന്റൽ റിസർച്ചിലാണ് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ കോസ് എത്രത്തോളം ഡിപ്പെൻഡന്റ് വേരിയബിളിൽ എഫക്ട് ഉണ്ടാക്കുന്നുണ്ട്, അതായത് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ മെയിൻലി എക്സ്പെരിമെന്റൽ റിസർച്ചിൽ ചെയ്യുന്നത്. സോ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഈസ് റിലേറ്റഡ് ടു എക്സ്പെരിമെന്റൽ ഡിസൈൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ? എ ഈസ് റിലേറ്റഡ് ടു 3 എന്ന് പറഞ്ഞു, ബി ഈസ് റിലേറ്റഡ് ടു 1 എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിസർച്ച് ടൂൾ? ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ വരാം. റിസർച്ച് ടൂൾ ഏതാണ്? റിസർച്ച് ടൂൾ എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യനും വരാം.
അപ്പോഴും നമ്മുടെ ഓപ്ഷൻസ് നോക്കിക്കേ, സർവേ, ചെക്ക് ലിസ്റ്റ്, കേസ് സ്റ്റഡി, ഇന്റർവ്യൂ. ഇതിൽ ഏതാണ് ഒരു റിസർച്ച് ടൂൾ? ഏതാണ് റിസർച്ച് ടൂൾ? ചെക്ക് ലിസ്റ്റ് ആണ് റിസർച്ച് ടൂൾ ആയിട്ട് വരുന്നത്. ബാക്കി സർവേ എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ് സർവേ. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ടെക്നിക്കായിട്ട് നമുക്ക് പറയാം. ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച് ഉണ്ട്. അതിൽ സർവേ ഒരു സർവേ മെത്തേഡ് ഓഫ് റിസർച്ച് ആണ് സർവേ. കേസ് സ്റ്റഡിയും ഒരു മെത്തേഡ് തന്നെയാണ്, പക്ഷെ നമുക്ക് അതിനൊരു ടെക്നിക്കായിട്ടും പറയാം. ഇന്റർവ്യൂ എന്താണ്? ഒരു ടെക്നിക്കാണ്. ഇപ്പൊ ടൂൾ ആയിട്ട് വരുന്നത് ചെക്ക് ലിസ്റ്റ് ആണ്. ജസ്റ്റ് നോക്കാം, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ടൂളാണ് ഒന്ന് ചെക്ക് ലിസ്റ്റും പിന്നെ റേറ്റിംഗ് സ്കെയില്. ചെക്ക് ലിസ്റ്റും റേറ്റിംഗ് സ്കെയിലും അതുപോലെ ക്വസ്റ്റനെയറും ഒന്ന് നോക്കുക. ക്വസ്റ്റനെയർ എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ടൂൾസ് ആണ്. ചെക്ക് ലിസ്റ്റ് ഒരു ടൂളാണ്, റേറ്റിംഗ് സ്കെയിൽ ഒരു ടൂളാണ്, ക്വസ്റ്റനെയർ ഒരു ടൂളാണ്. ടെക്നിക്സിൽ സെൽഫ് റിപ്പോർട്ടിംഗ് ഇൻവെന്ററി എന്നൊക്കെ പറയാം. സെൽഫ് റിപ്പോർട്ടിംഗ് ഇൻവെന്ററി ഒരു ടെക്നിക്കാണ്, ടെസ്റ്റിംഗ് ഒരു ടെക്നിക്കാണ്, ഒബ്സർവേഷൻ ഒരു ടെക്നിക്കാണ്, ഇന്റർവ്യൂ ഒരു ടെക്നിക്കാണ്, കേസ് സ്റ്റഡി ഒരു ടെക്നിക്കാണ്, സോഷ്യോമെട്രി ഒരു ടെക്നിക്കാണ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഒരു ടെക്നിക്കാണ്. അപ്പൊ ഇത്രയും പഠിക്കണം. ഇത് ആക്ച്വലി നമുക്ക് ശരിക്കും ഒരു ടൂളായിട്ട് ഇതിനെ പറയാനായിട്ട് അങ്ങനെ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അത് പറയാതിരുന്നത്. പക്ഷെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, കേസ് സ്റ്റഡി, സോഷ്യോമെട്രി, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, ഇത്രയും കാര്യങ്ങൾ ടെക്നിക്സ് ആണ്. അതിൽ തന്നെ മെയിൻ ആയിട്ട് ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, സോഷ്യോമെട്രി, ഈ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയതും എക്സാമിന് ചോദിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലിയർ ആണല്ലോ? അപ്പോ ഞാൻ ഇന്ന് പറഞ്ഞത് ക്വസ്റ്റ്യൻസ് മാച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ള കാര്യമായിരുന്നു ഞാൻ ഇന്ന് പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ സെറ്റിന്റെ ഇപ്പൊ ബൂസ്റ്റർ ബാച്ച് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൂസ്റ്റർ ബാച്ചിലും നമുക്കിപ്പോ സീറ്റ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി 3 മണിക്കൂറുടെ ലൈവ് സെഷൻസും ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ തന്നെ നമ്മുടെ സെറ്റ്, ഇനി അടുത്ത സെറ്റ് എക്സാമിന് നോക്കുന്നവർക്കായിട്ട്, അതായത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ ഇത്തവണ എനിക്ക് അത്ര പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ ഞാൻ ഇനി അടുത്ത സെറ്റിന് പ്രിപ്പയർ ചെയ്യാം എന്ന രീതിയിൽ വിചാരിക്കുന്നവർക്കായിട്ടും നമ്മുടെ സെറ്റിന്റെ ഒരു ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെറ്റ് എക്സ്ട്രാ 5.0 ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് പറയാനായിട്ടുള്ളത്. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള സജഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.